ആലപ്പുഴയിൽ അമ്പലപ്പുഴ, ആലപ്പുഴ, കായംകുളം മണ്ഡലങ്ങളിൽ UDF മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അരൂര് UDF, അരിപ്പാട് UDF, ആലപ്പുഴ ജില്ല UDF ഒരർത്ഥത്തിൽ തിരിച്ചുപിടിക്കുന്നു. അമ്പലപ്പുഴ UDF കൊണ്ടുവന്ന വിസ്മയങ്ങളൊക്കെ വിസ്ഫോടനങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. TK ഗോവിന്ദൻ വിറപ്പിക്കുന്നുണ്ട്. V കുഞ്ഞികൃഷ്ണൻ മാത്രമാണ്, അവിടെയും പാർട്ടി വോട്ടുകൾ ചോർന്നു. അതോടൊപ്പം G സുധാകരൻ, അങ്ങനെ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്, വിസ്ഫോടനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ 1606 വോട്ടുകൾക്ക് മുന്നിലാണ്. പറവൂരിൽ 1606 വോട്ടുകൾക്ക്. അമ്പലപ്പുഴയിലെ കണക്കൂടി എന്ന് പറഞ്ഞു പോകാം. 2766 വോട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കാണ്. അതിനപ്പുറത്തേക്ക് വോട്ടെണ്ണൽ പോയിട്ടുണ്ടാവാം. അമ്പലപ്പുഴയിൽ G സുധാകരൻ 2766 വോട്ടുകൾക്ക് മുന്നിലാണ്. എച്ച്സലാം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങുകയാണ്. 2768 വോട്ടുകൾക്ക് പിന്നിലാണ് അവിടെ എച്ച്സലാം സിറ്റിംഗ് MLA. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യാണ്. ക്ലീൻ സ്വീപ്പ് പത്തനംതിട്ട 5 മണ്ഡലങ്ങളിലും 96ലേക്ക് എത്തുന്നു. സെഞ്ചുറി അടിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സെഞ്ചുറി 96 എന്ന വലിയ നമ്പറിലേക്ക് UDF എത്തുകയാണ്. NDA 2ലേക്ക് ചുരുങ്ങുന്നു. അത് നിയമവും പിന്നെ ഏതാണ് NDA നേരത്തെ ഗുരുവായൂരിൽ LDF ലീഡ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ UDF ലീഡ് പിടിക്കുകയാണ്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് 94ന്റെ വളരെ തിന്നായിട്ടുള്ള ഒരു ലീഡാണെങ്കിലും ഗുരുവായൂരിലും UDF ലീഡ് പിടിക്കുന്നു. നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. അവിടെ എച്ച്സലാം മടങ്ങുന്നു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന്. ഉറപ്പിച്ചോ എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. തോൽവി രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നു. രഘു, G സുധാകരൻ നിയമസഭയിലേക്ക് പറയാമോ? ഏറെക്കുറെ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം 4 റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ ഒരു നഗരസഭയുടെ അപ്പുറത്തേക്ക് പുന്നപ്ര തെക്ക് വടക്ക് പഞ്ചായത്തിലേക്കാണ് ഇനി വോട്ടെണ്ണൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ട് എച്ച്സലാം ലീഡ് ചെയ്തിരുന്ന സ്ഥലത്ത് G സുധാകരൻ വളരെ ഒരു നല്ല ഒരു മാർജിനിൽ അവിടെ ഇപ്പോൾ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ്. 97ലേക്ക് എത്തുകയാണ്. സെഞ്ചുറി അടിക്കാൻ പോവാണോ? സെഞ്ചുറി അടിക്കുമോ? ക്ലോസ് ടു 100 സെഞ്ചുറി അടിക്കാൻ പോവാണ്. സെഞ്ചുറി അടിക്കാൻ NDA ആണ് കുറയുന്നത് കേട്ടോ. NDA ഒന്നായി ചുരുങ്ങുന്നു. ധർമ്മടത്തെ വോട്ടിംഗ് നില കൂടി ഒന്ന് കേൾക്കാം. അതത്ര CPM അനുഭവം സംബന്ധിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു വാർത്തയല്ല. ധർമ്മടത്ത് പിണറായി വിജയൻ വളരെ പിന്നിലേക്ക് പോവുകയാണ്. 2812 ഇപ്പോൾ ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന വിവരപ്രകാരം 2812 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണ്. 23527 വോട്ടുകൾ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന് ലഭിക്കുമ്പോൾ 20715 വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ അക്കൗണ്ടിലുള്ളത്. BJP ഒരു 4000 വോട്ടും പിടിച്ചിട്ടുണ്ട്. 4109 വോട്ടുകൾ. കണ്ണൂർ MP KPCC ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. അവിടെ സണ്ണി ജോസഫ് ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. അതിലേക്ക് K സുധാകരൻ കൂടി KPCC ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. മലപ്പുറത്ത് DJ പാർട്ടിയൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കണം. അവിടെ ബിരിയാണി, മന്തിയൊക്കെ ഇന്നലെ തന്നെ UDF 99 പെട്ടെന്ന് കുറഞ്ഞു 98ആയി. 98ലാണ് UDF എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ 100 കടക്കുന്ന രീതിയിൽ UDFന് വലിയൊരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി. അതിൽ സംശയമില്ല. അത് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരിക്കും അദ്ദേഹം ജയിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന് വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും ലീഗ് ഒക്കെ ആയിരിക്കും പെർഫോം ചെയ്യുക. കോൺഗ്രസിന് 59 സീറ്റുകളാണ് ഇപ്പോൾ ലീഡ്. 59ആയി കോൺഗ്രസ് സ്വന്തം നിലയിൽ ലീഡ് ഉയർത്തുകയാണ്. 30 സീറ്റുകളിൽ മാത്രമാണ് CPM. 59 കോൺഗ്രസ്, 30 സീറ്റുകളിൽ CPM. IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 21 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് പിക്ചർ. 2001 ശേഷം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പെർഫോമൻസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ